നഗരത്തിൽ വിതറിയിരിക്കുന്ന തീക്കനൽ നാശത്തിൻ്റെ തീയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നാശത്തിൻ്റെയും ന്യായവിധിയുടെയും, അതായത് ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ജനത്തെ ന്യായം വിധിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൈസ്തലോട് ഈ വചനത്തിലൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതും വായിക്കാൻ കഴിയുന്നതും യെഹെസ്കേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ലൊക്കെ കാണാൻ കഴിയുന്നത്. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവയാണ് സംസാരിക്കുന്നത്. ഈ നീലക്കല്ല് പോലെ രൂപമാണ്, അതായത് ദൈവത്തിൻ്റെ പ്രത്യക്ഷത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. നമ്മൾ എസെക്കിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ പ്രത്യക്ഷത എങ്ങനെയായിരുന്നു, കർത്താവ് എങ്ങനെയാണ് കടന്നു വന്നത്. ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു. അപ്പം ക്ഷണവസ്ത്രം ധരിച്ച ഒരു പുരുഷനും അതിനകത്തുണ്ട്. നീ കെരൂബിൻ്റെ കീഴെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്കരങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണുക ചെയ്തു. ഇതൊരു ന്യായവിധിയെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നാശത്തെ കാണിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിലേക്ക് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും ഇതിനകത്ത് ഈ പുസ്തകങ്ങളൊക്കെ ദർശനത്തിൽ കൂടിയാണല്ലോ എഴുതിയത്. അപ്പോൾ ആ വാഴ്ചയെക്കുറിച്ചും ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നാശത്തിൻ്റെ വിത്തുകൾ വിതറുന്ന ഒരനുഭവം, അല്ലെങ്കിൽ ന്യായവിധിയെ വിതറുന്ന ഒരു അനുഭവം ഈ പുരുഷൻ ചെയ്ത്, അല്ലെങ്കിൽ ഈ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിലൊരു രൂപം അവയുടെ മേൽ കാണാൻ, ആ സാദൃശ്യത്തിലുള്ള രൂപമാണ് ഇത് ചെയ്യുന്നത്. ഈ ദർശനത്തിൽ യെഹെസ്കേൽ കാണുന്ന ദർശനമാണ്, വെളിപ്പാടാണ്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അധികം താമസിയാതെ ബാബിലോണിയർ യെരൂശലേമിനെ തീ കൊണ്ട് ദഹിപ്പിച്ചു. ഇപ്പോൾ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ബാബിലോന്യ സാമ്രാജ്യം തീ കൊണ്ട് നശിപ്പിക്കപ്പെട്ടതായ ഒരു ദർശനമായിരുന്നു ഈ എസെക്കിയേൽ കാണുവാനിടയായത്. ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ദർശനം മങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കണം. ആമേൻ. പ്രൈസ് ദ ലോർഡ് താങ്കിലോട് നമ്മൾ റീമന ഘടകൽ പ്രൗഢലാദ്യം നമ്മളത് ഏറ്റെടുത്തേ മതിയാകുകയുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെട്ട് നമ്മുടെ ചില താലന്തുകൾ, നമ്മുടെ ചില നന്മകൾ, നമ്മുടെ ചില ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരണമെന്നാണ് ഈ വചനഭാഗം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. യഹോവയുടെ മഹത്വം പൊങ്ങി 10-11 അധ്യായങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം, നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായ ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം എന്താണ്? ആ ദൈവത്തിൻ്റെ മഹത്വത്തെ മാത്രം നമ്മൾ വർണ്ണിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ